അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നിന്ന് ഇതുപോലെ എങ്ങനെയാണ് ഇഷ്ടാനുസരണം നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്കൊക്കെ സൂം ചെയ്ത് നമ്മുടെ വീഡിയോ അടിപൊളിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ക്യാപ് കട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വീഡിയോയിൽ ആ സൂമിൻ എഫക്റ്റ് എവിടെയാണ് വേണ്ടതെന്ന് നോക്കുക. എന്നിട്ട് ആ ഭാഗത്ത് വെച്ചിട്ട് വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കീ ഫ്രെയിം പാടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടതുപോലെ വേണ്ട ഭാഗത്തേക്ക് സൂം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ കീ ഫ്രെയിം അവിടെ സെറ്റായിട്ടുണ്ടാവും. കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ പരിപാടി. മേലേക്കും ഇതേ സെറ്റപ്പ് തന്നെയാണ്. മേലെ എവിടെയാണ് സൂമിങ് വരേണ്ടത് ആ ഭാഗത്തൊരു കീ ഫ്രെയിം, എന്നിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു കീ ഫ്രെയിം പാടി കൊടുത്തിട്ട് നമുക്ക് വേണ്ട ഭാഗം സൂം ചെയ്ത് വെക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് സെറ്റാവും. പിന്നീട് കീ ഫ്രെയിമിൻ്റെ അടുത്തുള്ള ഗ്രാഫ് തൊട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രാൻസാക്ഷനും കൊടുക്കുക, സ്മൂത്ത് ആയിട്ടുള്ള ഓരോന്ന്. അതിനുശേഷം ഒരു കീ ഫ്രെയിം പാടി ആഡ് ചെയ്താണ്ട് വീഡിയോ പഴയ രീതിയിൽ തന്നെ ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താക്കി കൊടുത്താൽ മതി. അപ്പോൾ കീ ഫ്രെയിം സെറ്റായാൽ തന്നെ വീഡിയോ അതുപോലെ തന്നെ വന്നോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത്ര സിമ്പിളാണ്. പിന്നെ എങ്ങനെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ പറയണോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.